ഫിസിക്കൽ നമ്പർ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക. പിന്നെ അക്ബറിന്റെ രേണു ചേച്ചി തല കൈ വെച്ചു. പിന്നെ മനസ്സിലായിക്കൊണ്ടിരിക്കുക രേണു ചേച്ചി സുധിയേട്ടൻ അവിടെ എത്തും 2 മിനിറ്റില്. ആ ചേച്ചി ഫസ്റ്റ് തന്നെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ പഞ്ചസാര, ലഞ്ച് പഞ്ചസാര, ഡിന്നർ പഞ്ചസാര. തോട്ട് ഇങ്ങനെ ഓടും. കുതന്ത്രങ്ങള് ആ ടീമിൽ ഇട്ടിരിക്കുന്നത് ഷാനവാസിനും അക്ബറിന്. രേണു ചേച്ചി ഇടിക്കാനും പറ്റില്ല, ഇടി വാങ്ങാനും പറ്റില്ല. അങ്ങനെ പോലത്തെ അവസ്ഥയില്ലേ ആ ടീമിന്റെ കൂടെ. ഇന്നാ വിട്ടിട്ട് വരെ ഇങ്ങനെ കളി കഴിഞ്ഞ് വിട്ടിനായിട്ടാണ് ഇങ്ങനെ ആവണത്. അപ്പൊ ഞാൻ എടുക്കാൻ ട്രൈ ചെയ്ത് എന്തായിരിക്കും രേണു ചേച്ചിയുടെ അവസ്ഥ എന്ന് പറയണത്? ശ്വാസം പോവും, എല്ലാം പോവും. അയ്യോ പാവം രേണു ചേച്ചി. നാളെ എനിക്ക് രേണു ചേച്ചി പോവും നാളെ എനിക്ക് രേണു ചേച്ചി സുധിയേട്ടൻ്റെ കൂടെ പോവും. അത് ഒന്നായിരിക്കും അവസ്ഥ. പിന്നെ എന്ത് പറയാൻ പറ്റും? എന്ത് സംഭവിച്ചാലും പറയല്ലേ? എന്ത് പറയില്ല? സുധിയേട്ടൻ്റെ അടുത്തേക്ക് പോകുന്നു പറയും. എന്തെങ്കിലും പറയണിങ്ങനെ നോക്ക്. ഒരു ഗെയിമറല്ലേ? ഞങ്ങൾ 3 പേരെ കൺസെപ്റ്റിലാണ് ആൾ ക്യാപ്റ്റൻ ആക്കിയത്. പിന്നെ ഇവര് മനസ്സിലായില്ല പറഞ്ഞത്. എന്തേ പറഞ്ഞേ? നമ്മൾ തമാശ ചോണ്ടിരിക്കല്ലോ അവിടെ. എന്തോട് ഇതാ തമാശ? തമാശ അല്ല പിന്നെ എന്താ പറഞ്ഞത്? താമിന് കുറെ തവണ നമ്മൾ നോക്കിച്ചിരിക്കണം. ശ്രദ്ധിച്ചു കളിക്കട്ടെ, അല്ലെങ്കിൽ എഴുതി സുധിയേട്ടൻ്റെ കൂടെ പോകുന്നുണ്ട്. ഫിസിക്കൽ ഗെയിം ആയില്ലേ ഇപ്പോ? പ്രയോഗം പ്രയോഗിക്കല്ലേ? ഒരു മര്യാദ കാണിക്കും. നിന്റെ ഗെയിം നീ ആരതിന്? പിന്നെ മനുഷ്യപ്പെട്ടില്ലാത്ത വാർത്ത ഇല്ല, അതിലില്ല, മനുഷ്യപ്പെട്ടില്ല. തെരിയും തന്തയ്ക്ക് വിളിച്ച ആൾക്കാർ ഈ പറച്ചിലൊന്നും ആരോടും പറയത്തില്ല. ഇയാൾ ന്യായീകരിക്കാൻ പറ്റില്ല. എനിക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അവന് നന്മണ്ടോ ഇല്ല എന്നുള്ളതല്ല, അവന്റെ ചില നേരത്തെ ഇങ്ങനത്തെ വർത്താനാണ് പ്രശ്നം. ഒന്ന് പോയടാ. എനിക്ക് പറയാനുണ്ട്. ഞാൻ പറഞ്ഞാൽ മിണ്ടാണ്ടിരിക്കും. നീ പറ. ഈ പറഞ്ഞ അവസ്ഥയില് അനീഷ് അകത്ത് പോയപ്പോ അനീഷ് ഇവിടെ പറഞ്ഞു അനീഷിന് നല്ല വേനുണ്ട്. ചിരിച്ചില്ല അവിടെ? താൻ ചിരിച്ചില്ല അവിടെ? ചിരിച്ചു. ഞാൻ പറഞ്ഞ വ്യത്യാസമുണ്ട്. നീ പറഞ്ഞ വൃത്തികെട്ട കാര്യം പറഞ്ഞില്ല. തോന്നിട്ടില്ല. ഇപ്പൊ പറഞ്ഞ വർത്താനത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അത് പറ. നിങ്ങളെ പറയുന്നത് ഈ പറഞ്ഞ വർത്താനം തെറ്റാണല്ലോ. സമ്മതിക്കാൻ